കണക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു നിർത്തിയത് അബ്സ്ട്രാക്ഷൻ ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് എൻകാപ്സുലേഷൻ ആണ്. ഓക്കെ, എൻകാപ്സുലേഷൻ എന്താ ഞാൻ പറഞ്ഞത് ബൈ ഡെഫിനിഷൻ? ഓർക്കുന്നുണ്ടോ? സിംഗിൾ ഡേറ്റ ആയിട്ട് wrapping up of data and function into single unit അല്ലേ? അപ്പൊ നമ്മൾ എൻകാപ്സുലേഷനിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. 3 ആക്സസ് മോഡിഫയേഴ്സ് ആണ് നമുക്കുള്ളത്: പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, 3 എണ്ണം ഉണ്ട്: പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. 3 എണ്ണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇവിടെ? അത് യെസ്. ഓക്കെ. പറഞ്ഞത് ഏത് ടൈപ്പാണ്? ആക്സസ് മോഡിഫയേഴ്സ്. ആക്സസ് മോഡിഫയേഴ്സ് 3 ടൈപ്സ് ഉണ്ട്: പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പബ്ലിക് ആയിട്ടുള്ള പബ്ലിക് എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ ഈ കാര്യം ക്ലിയർ ആണോ? 3 ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം. 3 ടൈപ്സ് ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇനി അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് പബ്ലിക്. പബ്ലിക് ആക്സസ് മോഡിഫയർ എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസിനും പ്രോപ്പർട്ടീസിനുമാണ് നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പബ്ലിക് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോടാ പബ്ലിക്? യെസ്. ഇനി നെക്സ്റ്റ് ഈസ് പ്രൈവറ്റ്. പ്രൈവറ്റ് എന്ന് വെച്ചാൽ ഏത് ക്ലാസ്സിലാണോ ഉള്ളത് ആ ക്ലാസ്സിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന വേരിയബിൾസിന് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനാണ് എന്ത് പറയുന്നത്? പ്രൈവറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റ് ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടെ ചോദിക്കോടാ, ക്ലിയർ ആയില്ല. പ്രൈവറ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ആ പറയാം. പ്രൈവറ്റ് എന്ന് വെച്ചാല് ലെറ്റ്സ് സേ എ എന്ന് പറഞ്ഞൊരു ക്ലാസിന്റെ അകത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയെ ആ ക്ലാസ്സിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഫങ്ഷൻസ് എഴുതിയില്ലായിരുന്നോ? ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ പലയിടത്തായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ?
ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫങ്ഷൻസ് പബ്ലിക് ആയിരിക്കും. ഓക്കെ, പബ്ലിക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അങ്ങനെയുള്ള ഫങ്ഷൻസ്. ഇനി കമ്മിങ് ടു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അത് വേറെ എവിടെയും അതിന് ആക്സസ് ഉണ്ടായിരിക്കത്തില്ല. ആ ക്ലാസ്സിന്റെ അകത്ത് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അല്ലേ? മനസ്സിലായിരുന്നോ? പ്രൈവറ്റ് മനസ്സിലായിരുന്നോടാ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായി. ഓക്കെ. ഇനി മനസ്സിലായി എന്നല്ലേടാ പറഞ്ഞേ? മനസ്സിലായില്ല എന്നാണ്. മനസ്സിലായി. ഓക്കെ. ഇനി ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള പ്രൊട്ടക്റ്റഡ് ടൈപ്പ് പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യുന്നില്ലേ? ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള ചൈൽഡ് ക്ലാസ്സിൽ ഈ പ്രോപ്പർട്ടി ആക്സസിബിൾ ആയിരിക്കും, പക്ഷെ ഔട്ട്സൈഡ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊട്ടക്റ്റഡ് ക്ലിയർ ആണോടാ? പ്രൊട്ടക്റ്റഡും പ്രൈവറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റഡ് ഒന്നുകൂടെ പറയോ? പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്തില്ലായിരുന്നോടാ? ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു പാരന്റ് ക്ലാസ്സും ഒരു ചൈൽഡ് ക്ലാസ്സും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ ഒരു പാരന്റ് ക്ലാസ്സിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനെ ഏതിലും ആക്സസ് ചെയ്യാൻ പറ്റും? ചൈൽഡ് ക്ലാസ്സിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സബ് ക്ലാസ്സിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ എല്ലായിടത്തും സബ് ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രൈവറ്റ് വേരിയബിൾ ആണെങ്കിലോ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്താലും ശരി, എന്ത് അപ്ലൈ ചെയ്താലും ആ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയെ വേറെ എവിടെയും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ക്ലാസ്സിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൊട്ടക്റ്റഡ് ആയാൽ സബ് ക്ലാസ്സസിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സസിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോ ഇതില് പ്രൈവറ്റ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് മെത്തേഡ്സ് വേണം. അതായത് ഞാൻ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന്റെ പ്രോപ്പർട്ടി, ലെറ്റ്സ് സേ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സില് എൻജിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയെ ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ അതിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഗെറ്റർ ആൻഡ് സെറ്റർ ഫംഗ്ഷൻസിന്റെ ഹെൽപ്പ് എനിക്ക് വേണം. മനസ്സിലായോ? ഗെറ്റർ ആൻഡ് സെറ്റർ ഫംഗ്ഷൻസിന്റെ ഹെൽപ്പോടെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രൈവറ്റ് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണോടാ? ഗെറ്റർ എന്നാണോ ഗെറ്റ് എന്നേ ഉള്ളൂ? ഗെറ്റർ ഫംഗ്ഷൻസ് ആൻഡ് സെറ്റർ ഫംഗ്ഷൻസ്. ഗെറ്റ് എന്നാണ് എഴുതുക, ഗെറ്റർ ഫംഗ്ഷൻസ് ആൻഡ് സെറ്റർ ഫംഗ്ഷൻസ് എന്നാണ് പറയുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ്, ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയെ ഗെറ്റർ ആൻഡ് സെറ്ററിന്റെ കൂടെ റാപ്പ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എഞ്ചിൻ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ അതിന്റെ ഗെറ്ററും സെറ്ററും കൂടി വെച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എൻകാപ്സുലേഷൻ. മനസ്സിലായോ? ഗെറ്ററും സെറ്ററും ഉദ്ദേശിക്കുന്നു. അത് രണ്ട് ഫങ്ഷൻസ് ആടാ. എങ്ങനെ എഴുതാന്ന് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. ഓക്കെ, മീൻസ് ഇത് കോൾ ചെയ്ത് വിളിക്കുന്നതാണോ അതോ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണോ? അങ്ങനെയല്ല. നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പ്രോപ്പർട്ടീന് അല്ലെ. ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ എൻജിൻ ടൈപ്പിനെ ചിലപ്പോൾ റിട്രീവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഡാറ്റയെ. രണ്ടും ചെയ്യേണ്ടി വരത്തില്ലേ? അല്ലെ, എനിക്ക് ചിലപ്പോൾ റിട്രീവിങ് ആയിരിക്കും അല്ലെങ്കിൽ സെറ്റിംഗ് ആയിരിക്കും. റിട്രീവ് ചെയ്യാനാണെങ്കിൽ ഗെറ്റർ മെത്തേഡ്സ്, ഗെറ്റർ ഫങ്ഷൻസ്. സെറ്റ് അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിൽ സെറ്റർ ഫങ്ഷൻസ്. മനസ്സിലായോ? മനസ്സിലായോടാ? ഗെറ്റ് അപ്ഡേറ്റ് ചെയ്യാനോ? ഗെറ്റ് റിട്രീവ് ചെയ്യാൻ, വാങ്ങിയെടുക്കുക. ഗെറ്റ് റിട്രീവ് ചെയ്യാം. സെറ്റർ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ. മനസ്സിലായോടാ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ കോഡ് എഴുതാം. കോഡ് എഴുതുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒന്നൊരാൾ ഷെയർ ചെയ്തേ. സ്ക്രീൻ ഷെയർ ചെയ്തോടാ. കൃഷ്ണകുമാർ, ഓക്കെ ഫൈൻ. എൻകാപ്സുലേഷൻ എന്ന് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, എൻകാപ്സുലേഷൻ എന്ന് ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. ബാക്കിയുള്ളവരും അതില് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തിട്ട്. കാർ, ഓക്കെ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇല്ലല്ലോ. കാറിന് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ആവശ്യമുണ്ടോ കൃഷ്ണകുമാർ? ഓക്കെ. ഇനി ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തോളുക. രണ്ട് പാരാമീറ്റേഴ്സിനെ എടുക്കുന്നത്. രണ്ട് പാരാമീറ്റേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന നെയിം ഏജ് തന്നെ എടുത്തോളൂ. അല്ലെങ്കിൽ ഓക്കെ, കാർ ആണല്ലോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കാറാണ് എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. സെൽഫ് ഓൾറെഡി വന്നു, സെൽഫ് കഴിഞ്ഞിട്ടുള്ള കൊടുത്താൽ. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽസ് നെയിം, അതായത് നിങ്ങൾ ആദ്യം കൊടുത്ത പാരാമീറ്ററിനെ സെൽഫ് ഡോട്ട് ആ വേരിയബിൾ ഈക്വൽസ് അതിന് കൊടുത്തോളൂ ആസ് ഇറ്റ് ഈസ്. വെയിറ്റ് ബാക്കി ടൈപ്പ് ചെയ്യരുത് കേട്ടോ, ബാക്കി ടൈപ്പ് ചെയ്യരുത്, ഞാൻ പറഞ്ഞത്. സെൽഫ് ഡോട്ട് നെയിം, ഇതിൽ നെയിം എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ടല്ലോ. ഞാൻ എടുത്തു വെച്ചു. ഇവിടെ നെയിം എന്ന് പറഞ്ഞ പാരാമീറ്റർ നിങ്ങൾ ഇങ്ങനെ അണ്ടർസ്കോറോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ജസ്റ്റ് കൊടുത്താൽ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പബ്ലിക് ആക്സസ് മോഡിഫയർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, പബ്ലിക് ആക്സസ് മോഡിഫയർ അല്ലെങ്കിൽ പബ്ലിക് വേരിയബിൾ എന്ന് പറയാൻ പറ്റും. ആക്സസ്
ആക്സസ് മോഡിഫയർ. അപ്പൊ അതായത് ഡിഫോൾട്ട് ആയിട്ടുള്ള ആക്സസ് മോഡിഫയർ ഏതാണ് നമ്മൾക്ക് വരുന്നത്? അപ്പോ ഏതായിരിക്കും ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്? ഏതായിരിക്കും അപ്പോ? ഏതായിരിക്കുംടാ? ഒന്ന് നോക്കി നോക്കിക്കേ. സെൽഫ്. ഏത് ആക്സസ് മോഡിഫയർ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട്? പബ്ലിക്. പബ്ലിക്. അതെ, പബ്ലിക് ആക്സസ് മോഡിഫയർ ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ആക്സസ് മോഡിഫയർ. ഓക്കെ, ഓക്കെ. ഇനി താഴെ ടൈപ്പ് ചെയ്യൂ. സെൽഫ് ഡോട്ട് അണ്ടർസ്കോർ മൈലേജ് ഈക്വൽസ് മൈലേജ്. ഇതിനെയാണ് പ്രൊട്ടക്റ്റഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കൂടെ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ കൂടെ ഒരു അണ്ടർസ്കോർ മാത്രം കണ്ടാൽ അത് ഏത് മോഡിഫയർ ആണ്? അണ്ടർസ്കോർ മാത്രം കണ്ടാൽ കൺഫേം ചെയ്തോളൂ, അതിന്റെ ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് ഈ മൈലേജ് എന്ന് പറഞ്ഞ വേരിയബിളിനെ എവിടെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? സബ് ക്ലാസ്സിൽ മാത്രമേ, ചൈൽഡ് ക്ലാസ്സിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? പബ്ലിക് അതുപോലെ പ്രൊട്ടക്റ്റഡ് രണ്ടെണ്ണം ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രൈവറ്റ്. താഴെ കൊടുത്തോളൂ. സെൽഫ് ഡോട്ട് ഡബിൾ അണ്ടർസ്കോർ പ്രൈസ് ഈക്വൽസ്. പ്രൈസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ, ഞാൻ ഒരു വേരിയബിൾ പറഞ്ഞു എന്ന് മാത്രം, പ്രൈസ് പറഞ്ഞെന്ന് മാത്രം, ഇഷ്ടമുള്ളത് എടുക്കാം. ഈക്വൽസ് പ്രൈസ്. ഈക്വൽസ് എന്നിട്ടൊരു വാല്യൂ പാസ്, പ്രൈസ് അല്ല, സോറി പ്രൈസ് അല്ല, ഒരു വാല്യൂ പാസ് ചെയ്യാം. ഒരു ന്യൂമറിക് വാല്യൂ പാസ് ചെയ്തോടാ. ഓക്കെ, ഇത്രയും നിങ്ങൾ ഇപ്പൊ ഈ ഡബിൾ അണ്ടർസ്കോർ കൊടുക്കുന്നില്ലേ? ഡബിൾ അണ്ടർസ്കോർ കൊടുത്താൽ അതിന്റെ മീനിങ് ആണ് പ്രൈവറ്റ് ആക്സസ് മോഡിഫയർ. ക്ലിയർ ആണോ? നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ഇനി താഴെ ടൈപ്പ് ചെയ്തോളൂ. അവിടെയല്ല ഫംഗ്ഷൻ ഇതിന്റെ. ഓക്കെ, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇനിറ്റ് എന്ത് കൈൻഡ് ഓഫ് ആക്സസ് മോഡിഫയറിനായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്? പ്രൈവറ്റ്.
ഇനിറ്റിന്റെ ആക്സസ് മോഡിഫയർ ഏതായിരിക്കും? കൊടുത്തേക്കുന്നുണ്ട് പ്രൈവറ്റ് ആണ്, ബട്ട് പബ്ലിക് ആയിട്ട് എടുക്കും. ഇല്ല, പബ്ലിക് ആയിട്ട് എടുക്കത്തില്ല, അത് പ്രൈവറ്റ് തന്നെ എടുക്കും. അതിന് പ്രൈവറ്റ് ആയിട്ട് തന്നെ എടുക്കും നമുക്ക്. ടൈപ്പ് ചെയ്തോളൂ. ഇനി ഡെഫ് ഡിസ്പ്ലേ വിളിക്കണ്ട, ഞാൻ പറയുന്നത് ചെയ്താൽ മതി. ഡെഫ് ഗെറ്റ് അണ്ടർസ്കോർ പ്രൈസ്. നിങ്ങൾ ഏത് വേരിയബിളിനെയാണോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നത്, ഗെറ്റ് അണ്ടർസ്കോർ ആ വേരിയബിളിന്റെ പേര്. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ടോളൂ, സെൽഫ്. താഴെ അതിനെ റിട്ടേൺ ചെയ്യൂ, റിട്ടേൺ സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ആ വേരിയബിളിനെ റിട്ടേൺ ചെയ്യൂ. ഈ പ്രൈസിനെ മെൻഷൻ ചെയ്യേണ്ടിടത്ത് എല്ലാം നമ്മൾ അണ്ടർസ്കോറും ഇൻക്ലൂഡ് ചെയ്യണം, 2 അണ്ടർസ്കോറും. യെസ്, വേണം. ഓക്കെ. താഴെ കൊടുക്കൂ, ഡെഫ് സെറ്റ് അണ്ടർസ്കോർ പ്രൈസ്. സജഷൻ വന്നു. പ്രൈസ് ബ്രാക്കറ്റ്സിൽ സെൽഫ് കഴിഞ്ഞ് ഒരു വാല്യൂം കൂടെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാരാമീറ്റർ പാസ് ചെയ്യുക അവിടെ. പ്രൈസ് എന്തെങ്കിലും എടുത്തോളൂ, അത് വേണമെങ്കിൽ. പ്രൈസ് 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 പ്രൈസിനല്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ പ്രൈസ് തന്നെ കൊടുത്തോളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കൊടുക്കാം? സെൽഫ് ഡോട്ട് പ്രൈസ് ഈക്വൽസ് പ്രൈസ് ഡബിൾ അണ്ടർസ്കോർ പ്രൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് വേരിയബിൾസിന് എപ്പോഴും ഡബിൾ അണ്ടർസ്കോർ കൂടെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ ഈ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം സെറ്റർ ഫംഗ്ഷനെ വിളിക്കാം, എന്നിട്ട് ഗെറ്റർ ഫംഗ്ഷനെ വിളിക്കാം. വിളിച്ചു നോക്കിക്കേ. ഡിസ്പ്ലേ നെയിം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോടാ? ആൻഡ് obj1 ഈക്വൽസ് എന്താ പാസ് ചെയ്യേണ്ടത്? ലൈൻ നമ്പർ 21 obj1 ഈക്വൽസ് എന്താ പാസ് ചെയ്യേണ്ടത്? ആണോ? എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാ? നമ്മൾ ഇതിലെങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നേ? പറഞ്ഞ കൃഷ്ണകുമാർ. ചെയ്തോ.
നമ്മൾ എന്തോ പ്രിന്റ് ചെയ്തെടുക്കുന്നത് എന്തായിരുന്നു ഇതിലെ ഔട്ട്പുട്ട് ഏതാ നമ്മൾ എടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്ന മോനെ കാറിൽ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട്, അത് കറക്റ്റ് ചെയ്യടാ. ഒബ്ജക്ട് ക്രിയേഷനിൽ ഒരു മിസ്റ്റേക്ക് കൂടെ ഉണ്ട്, അതെന്താ? നമ്മളിവിടെ പാസ് ചെയ്ത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ അല്ലേ? നമ്മളിവിടെ പാസ് ചെയ്യുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് അല്ലേ? ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞേ? കൃഷ്ണകുമാർ പറഞ്ഞേടാ. 3 പക്ഷെ അതിലൊന്ന് പ്രൈവറ്റ് 2 എത്ര എണ്ണ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. 2 ആണോ? ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ, ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. ഒരെണ്ണല്ലോ, ഉറപ്പല്ലേ? അതെ, 2 ഉള്ളൂ. ഇത് എടുക്കുന്നില്ല, ഹിഡനാണ്. പ്രൈസ് ഇല്ല, ബാക്കി 2 ഉണ്ട് ഇല്ലേ? അതെ. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര വാല്യൂസ് പാസ് ചെയ്യണം? 2 വാല്യൂസ്. 2. എന്താ ചോദിച്ചതിന് ആൻസർ പറയുമ്പോ ഉറപ്പില്ലാത്ത? പറയുന്ന ആൻസർ ശരിയാ, അങ്ങോട്ട് പോന്നാ മതി. മിസ്റ്റേക്ക് പറ്റും, അത് കുഴപ്പമില്ല. പക്ഷെ എന്താ പറയാ, നിങ്ങൾക്ക് അറിയാവുന്നത് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമ്മൾക്കാണെങ്കിലും കൂടുതൽ പറഞ്ഞു തരാൻ ഈസിനെസ് ഉണ്ടായിരിക്കുക. തെറ്റിപ്പോകുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഇൻപുട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? അതെ അതെ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് obj1 ഡോട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോടാ. അനങ്ങ് ക്രിയേറ്റ് ചെയ്തോ, അഖിലെന്ത് ക്രിയേറ്റ് ചെയ്തോ? ചെയ്തു. ഡോട്ട് ഇനി ആരെ വിളിക്കണം? ആദ്യം സെറ്റ് പ്രൈസിനെ വിളിക്കണം. ഒരു വാല്യൂ പാസ് ചെയ്തോ. ഇനി obj1 ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ പ്രൈസ് വിളിച്ചോളൂ. പ്രിന്റിൽ വിളിച്ചോളൂ. ഓക്കെ, ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എന്താണ് അങ്ങനെ പ്രിന്റ് ചെയ്യരുത്, പ്രിന്റ് ഓഫ് കൊടുക്കരുത്. പറഞ്ഞുതരാവേ, വെയിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. യെസ്, 100 പ്രിന്റ് ആയില്ലേ? ആ 100 സെറ്റ് അണ്ടർസ്കോർ പ്രൈസ് 100 മാറ്റി 1000 കൊടുത്ത് നോക്കിക്കേ.
ക്ലിയർ ആണോ? ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് ആൻഡ് ഹൗ ഈസ് എൻക്യാപ്സുലേഷൻ വർക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മള് സെൽഫ് ഡോട്ട് മറ്റേ പ്രൊട്ടക്റ്റഡ് അല്ല പ്രൈവറ്റ് ആക്സസ് സ്പെസിഫൈ ചെയ്തില്ലേ 2500 അല്ലെ 200 ആദ്യം ചെയ്തിട്ടില്ലേ കൃഷ്ണകുമാർ? 200 ഏതാടാ? ഇപ്പൊ ആദ്യം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ പ്രൈസ് 200, അതിനെ കോൾ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? ആ 200 വാല്യൂ അങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്യാതെ ഡയറക്ട്ലി ഗെറ്റ് പ്രൈസിനെ വിളിക്കണം. സെറ്റ് പ്രൈസ് കമന്റ് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഗെറ്റ് പ്രൈസിനെ വിളിക്കുമ്പോ മറ്റേത് വരും. അതെ, ഗെറ്റ് പ്രൈസിനെ വിളിക്കുമ്പോൾ കറന്റ്ലി എന്താണ് അതിലുള്ള വാല്യൂ ഇതിനെ പ്രിന്റ് ആവും. വാല്യൂസിനെ സെറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് അണ്ടർസ്കോർ വിളിക്കുക. മനസ്സിലായടാ? ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോ 2 പാരാമീറ്റേഴ്സ് കാറിനകത്ത് പാസ് ചെയ്തില്ലേ? ആ, എന്നിട്ട് നമ്മൾ വിളിച്ചതാണെങ്കിൽ സെറ്റ് പ്രൈസിനെയും ഏതിനെ? ആ അതെ, സെറ്റ് പ്രൈസ് നമ്മൾ ഫസ്റ്റ് വിളിച്ചത്. സോ ദാറ്റ് നമുക്കൊരു വാല്യൂ സെറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട്. സെറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രം അതാ എട്ടില് നിലത്തേക്ക് ഇപ്പൊ വീഴുന്നത് അതാ മോളെ എനക്കാ ഡൈനിങ് ടേബിൾ വന്ന് തിന്നൂടെ എന്റെ തിന്നലും കറക്കലും ഒക്കെ ഒരു സ്ഥലം തന്നെയാ. ഇപ്പൊ ക്ലിയർ ആണോടാ? ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ ഗെറ്റ് പ്രൈസിന്റെ ഫംഗ്ഷനകത്ത് നമ്മൾ റിട്ടേൺ കൊടുത്തത് നമുക്ക് പല ഫങ്ഷൻസില് അല്ലെങ്കിൽ അങ്ങനെ കോൾ ചെയ്യണമെങ്കിൽ എന്ന് വിചാരിച്ചാണ് അവിടെ നമ്മൾ റിട്ടേൺ കൊടുത്തത്. മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലടാ, ഒന്നുകൂടെ ചോദിക്കോ? അതായത് നമ്മള് ഗെറ്റ് പ്രൈസ് ഫംഗ്ഷൻ കൊടുത്തില്ലേ, ആ, അതായത് നമ്മൾ റിട്ടേൺ സെൽഫ് ഡബിൾ അണ്ടർസ്കോർ പ്രൈസ് കൊടുത്തില്ലേ, ആ, അവിടെ പ്രൈസിനെ റിട്ടേൺ റിട്രീവ് ഫംഗ്ഷൻ ചെയ്യാൻ അതാ പ്രൈസിനെ റിട്രീവ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ഇനി എവിടെ വെച്ച് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ ഈ ക്ലാസ്സിൽ എവിടെ നമ്മൾ അത് അഗെയിൻ പ്രൈവറ്റ് ആയതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രൈസ് വെച്ചൊരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ പ്രൈസ് വിളിച്ചിട്ട് ചെയ്യാം. ഡൗട്ട് ക്ലിയർ ആയോടാ? ഇല്ല, മനസ്സിലായി. എനിക്ക് ആ കൺഫ്യൂഷനായി. എവിടെ ഏത് കേസിലാണ് കൺഫ്യൂസ്ഡ് ആയെന്ന് പറഞ്ഞേ? അതില് തന്നെ കൺഫ്യൂഷൻ. അതായത് പുറത്തൊരു ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോന്നാണോ? പറ്റത്തില്ല. പ്രൈവറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്താ? പ്രൈവറ്റ് വേരിയബിൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? അവർക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള, ഈ ക്ലാസ്സിന് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അത് ഈ ക്ലാസ്സിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒരാൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഗെറ്റേഴ്സ് യൂസ് ചെയ്യണം. ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഏതൊരു പബ്ലിക് ഓർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോ ഏതൊരു അത് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ പബ്ലിക് ആയിരിക്കണം. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ സബ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൽ ആക്സസ് ആയിരിക്കും. മറ്റേ ഇതാണെങ്കിലോ പബ്ലിക് ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ആക്സസിബിൾ ആയിരിക്കും. അല്ല, എന്റെ ഡൗട്ടേ ഈ റിട്ടേൺ നമ്മൾ എപ്പോഴൊക്കെയാ യൂസ് ചെയ്യേണ്ടത്? അതാ എന്റെ കൺഫ്യൂഷൻ. റിട്ടേൺ എപ്പോഴൊക്കെയാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എവിടെയെല്ലാം വെച്ചിട്ടൊരു വാല്യൂവിനെ നമുക്ക് റീയൂസ് ചെയ്യണമോ, ഇവിടെ നമ്മൾ വെറുതെ പ്രിന്റ് ഓഫ് എന്ന് കൊടുത്ത് നമുക്ക് വേറെ റീയൂസ് ചെയ്യാൻ പറ്റുമോ? എവിടെയെല്ലാം നമുക്കൊരു വേരിയബിളിനെ റീയൂസ് ചെയ്യണമോ അവിടെയെല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ കീവേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായതാ?
അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്താലും അവിടെ എല്ലാം നമുക്ക് ഈ പ്രൈസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റിട്ടേൺ ഫംഗ്ഷൻ യൂസ് ചെയ്യണം അല്ലേ? അതെ അതെ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. ഓക്കെ, ജസ്റ്റ് 1 second. ഇത് കഴിക്കത് പൊന്നെടുത്ത് കഴിക്ക്. ആ ഇത് കഴിക്കത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലേ? ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോട്ടെ. ഉണങ്ങുന്ന അറിയില്ല. ഞാൻ ഈ പറഞ്ഞ ഊപ്സ് കോൺസെപ്റ്റ് എന്തെങ്കിലും ക്ലാരിറ്റി വരാനുണ്ടോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോട്ടെടാ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫയൽ ഹാൻഡ്ലിംഗ്. ഓക്കെ, ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ച ഫയൽ ഹാൻഡ്ലിംഗ് പിന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പിന്നെ ഒരു ടോപ്പിക്കും കൂടെ എടുക്കാനുണ്ട്. ആദ്യം ഫയൽ ഹാൻഡ്ലിംഗ് എടുത്തതിന് ശേഷം എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എടുക്കാം. ഓക്കെ, ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും എവിടെ സേവ് ചെയ്തിട്ടില്ല അല്ലേ? അല്ലെ നിങ്ങൾ ഇത് ചെയ്തതിന്റെ റിസൾട്ട് ഒന്നും എവിടെയും നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല, ശരിയല്ലേ? ഒരു ഫയലായിട്ട് നിങ്ങൾ ഇത് സേവ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്കിനി ലെറ്റ്സ് സേ എനിക്കൊരു ഫയല് എനിക്കിനി എനിക്കിനി എന്ത് ചെയ്യണം? എനിക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുക. അത് ഏത് തരത്തിലുള്ള ഫയലിലേക്ക് വേണമെങ്കിലും റൈറ്റ് ചെയ്യാം. ഓക്കെ, ഏതിലേക്ക് വേണമെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു TXT ഫയലിലേക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ Excel ഫയലിലേക്ക് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ പല രീതിയിൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, TXT ആവാം, CSV ആവാം, അല്ലെങ്കിൽ Excel ഫയൽ ആവാം. അങ്ങനെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ബൈനറി ഫയൽസ് ആയിരിക്കാം. പല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. സോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള TXT ഫയൽ മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായടാ? നമ്മളിവിടെ പഠിക്കുന്നത് TXT ഫയൽ മാത്രമാണ്. ഇവിടെ initpy ടൈപ്പ് ചെയ്ത് വെക്കരുത് കേട്ടോ. കൃഷ്ണമാർ, initpy അകത്തെ നമ്മളുടേതായിട്ടുള്ള കമന്റ്സ് കൊണ്ടുപോയി ടൈപ്പ് ചെയ്ത് വെക്കരുത് കേട്ടോ.
വേണമെങ്കിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോ. ബേസിക് ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടോ. ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ പാക്കേജിൽ വേണമെങ്കിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടോളൂ. ഓക്കെ, summary.py. യെസ്, ഫൈൻ. ഡാറ്റ സേവ് ചെയ്യുന്നെന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ അതോ ഈ കൊടുക്കുന്ന കോഡാണോ? ഡാറ്റ സേവ് ആവുന്നതാണോ ഔട്ട്പുട്ട്? ഇതിന്റെ യൂസേജ് നിങ്ങൾക്ക് എവിടെ കാണുകയെന്ന് വെച്ചാല്, നമ്മൾക്ക് ഇനി സെലീനിയത്തിലേക്കെല്ലാം വരുമ്പോൾ സ്ക്രീൻഷോട്ട്സ് സേവ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഫയൽ മാനേജ് അല്ലെങ്കിൽ എന്താ പറയുക ഫയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫയൽ ഹാൻഡ്ലിംഗ് എല്ലാം യൂസ്ഫുൾ ആവുന്നതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി ആ കോഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഈ കൺസെപ്റ്റ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഫയലിനെ നമുക്ക് 3 തരത്തിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ബേസിക് ആയിട്ട് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം, റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അപ്പൻഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. റീഡ്, റൈറ്റ് ആൻഡ് അപ്പൻഡ് 3 മോഡ്സ് ആണ് ബേസിക് ആയിട്ട് നമുക്കുള്ളത്. ഓക്കെ, റീഡ് മോഡ് എന്ന് വെച്ചാൽ നമുക്ക് അപ്ഡേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വെറുതെ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. റൈറ്റ് മോഡ് ആണെങ്കിൽ നമ്മൾക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവും, ന്യൂ ഫയൽ ക്രിയേഷൻ. അപ്പൻഡ് ആണെങ്കിൽ അപ്ഡേറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഫയൽ. ഓക്കെ, ക്ലിയർ ആണോ? സോറി, ക്ലിയർ ആണോ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം? എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ അത്? ഓക്കെ, ഇതിൽ താഴെ ടൈപ്പ് ചെയ്തോളൂടാ. അല്ലേ വേണ്ട, ഫയലിന്റെ കോഡ് ഞാൻ ഡയറക്റ്റ്ലി തരാം നിങ്ങൾക്ക്. ചാറ്റിലിടണം, നോക്കിക്കേടാ. ഈ കോഡ് അവിടെ പേസ്റ്റ് ചെയ്തേ. യെസ്, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാവോടാ?
ഇപ്പൊ ഒരു ഫയൽ ക്രിയേറ്റ് ആയത് കണ്ടോടാ, contacts.txt. ഒന്ന് ഓപ്പൺ ചെയ്തേ മുകളില്. അതാ ഫയൽ ഹാൻഡ്ലിംഗ് ഡയറക്ടറിന്റെ ഉള്ളിൽ അതാ അവിടെ നോക്കിയടാ, ഇപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാ. ഡബിൾ ക്ലിക്ക് ചെയ്തേ. അത് നെയിം ആലിസ്, ഫോൺ ബോബ്, ഫോൺ. രണ്ട് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തതല്ലേ. ഇവിടെ ഫയൽ മാനേജ്മെന്റിൽ റൈറ്റിങ്ങിനെ അപ്ഡേറ്റ് ചെയ്യുക, റൈറ്റിങ്ങിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് W. നിങ്ങൾ ഇനി എവിടെയെങ്കിലും കാണാൻ ഓപ്പൺ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു .txt, W എന്ന് കണ്ട കൺഫേം ചെയ്തോളുക. അതൊരു എന്താണ് പുതിയ ഫയൽ ക്രിയേഷനുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലെങ്കിൽ റീഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്നതാണ് റീഡ് മോഡ്. റീഡിങ്ങിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് R എന്ന് പറഞ്ഞ വാല്യൂ. ടു ആയിട്ട് കൊടുത്തോട്ടെ. അത് ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, പ്രിന്റ് ആയില്ലേ? R to read the data from file. ക്ലിയർ അല്ലേടാ? റൈറ്റ് ആൻഡ് റീഡ് മോഡ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? കോണ്ടാക്ട് എങ്ങനെ എടുത്തു? ഇതാടാ കോണ്ടാക്ട് എങ്ങനെ എടുത്തു? ഓക്കെ, ഒന്നോർക്കെ ചോദിക്കാമോടാ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓ, ഇവിടെ അതായത് ഞാൻ ഇത് ഹാഷ് ചെയ്തേക്കണല്ലോ, അപ്പം ഓൾറെഡി ക്രിയേറ്റഡ് ആയില്ലേ ഫയല് contacts.txt എന്ന് പറഞ്ഞിട്ട്. വൺസ് ക്രിയേറ്റഡ് ആ ഫയൽ അവിടെ ഉണ്ടാവും. അതായത് ഇതിപ്പം ഇൻ കേസ് ആദ്യം കൊടുത്തില്ല, ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബ്ലാങ്ക് കാണിക്കൂ. എങ്ങനെയാടാ? ഒരു കാര്യം ചെയ്ത കോണ്ടാക്ട്സ് മാറ്റി കോണ്ടാക്ട് എന്നാക്കിക്കേ. ലൈൻ നമ്പർ 18 കോണ്ടാക്ട്സ് മാറ്റി contact.txt എന്ന് എക്സിക്യൂട്ട് ചെയ്തേ. എറർ അടിച്ചു. എന്താ? നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി ഫൗണ്ട് അല്ലേ? ഇവിടെ എങ്ങനെ ഫയൽ ജനറേറ്റ്? എങ്ങനെയാടാ? കുറച്ചുറക്കെ ചോദിക്കാമോടാ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ഫയൽ ജനറേറ്റ്? ഇവിടെ contacts.txt എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് മുകളിൽ റൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ഫയലിന് പേര് കൊടുത്തിട്ടില്ലേ? ക്രിയേറ്റും ചെയ്യുമല്ലോ അവിടെ. അത് ക്രിയേറ്റ് ചെയ്തല്ലോ, അതുകൊണ്ടല്ലേ നമുക്ക് contacts.txt ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. നേരെ ഇന്ന് കണ്ടോ അല്ലെ വീഴൂ.
രണ്ട് ചൂടി ഓ എന്റെ പൊന്നു ഞാൻ കേറുന്നതിന്റെ കൂട്ടം രണ്ട് ചൂടിപ്പായ എന്തായാലും ഇവിടെ വാങ്ങി അത് ചവിട്ടി നമ്മൾ പോവുകയാണ് ആ സാധനം എടുത്ത് ഒഴിവാക്കണം ഇനി അടുത്തതായിട്ട് ദാ ഞാൻ ചാറ്റിൽ ഒരു കാര്യം കൂടി ഇടാവേ. ഞാൻ ചാറ്റിൽ ഒരു കോഡും കൂടെ ഇട്ടിട്ടുണ്ട്, നോക്കിയടാ. അപ്പെൻഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള കോഡും കൂടെ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. അപ്പെൻഡിങ് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഇനി contacts.txt ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. അവിടെ ചാർലിയും കൂടെ അപ്ഡേറ്റ് ആയി അല്ലേ? നിങ്ങൾ അപ്പൻ മോഡ് കൊടുത്തപ്പോ എന്താ സംഭവിച്ചേ? കറന്റ്ലി ഉള്ള ഫയൽ അവിടെ തന്നെ നിന്നു, എന്നിട്ട് അതിലേക്ക് പോയിട്ട് അപ്ഡേറ്റ് ചെയ്തു അല്ലേ? ക്ലിയർ ആണോടാ? ഓക്കെ, contact.txt എന്നുകൊണ്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൻ മോഡില് ഇൻ കേസ് എ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തെ ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ റൈറ്റിന്റെ പെർഫോം ആക്ഷൻ കൂടി ആര് ഏറ്റെടുക്കും? അപ്പൻ മോഡ് ഏറ്റെടുക്കും. അതായത് എ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫയൽ നെയിം എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും. എക്സിസ്റ്റിംഗ് ഫയൽ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. കഴിഞ്ഞു ആ കേക്ക് മുറിച്ച് ഞാൻ വേറെ ചേച്ചില്ല. ലൈൻ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഡിസ്പ്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്. ഞാൻ ഇന്ന് അത്ര എടുക്കുന്നുള്ളൂ. ഇന്നെടുത്ത പോർഷൻസ് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഞാൻ 4 വൈൻഡപ്പ് ചെയ്യട്ടെ എന്താ സെഷൻ? ഓക്കെ മാം, ഞാൻ മൺഡേ കാണത്തില്ലായിരിക്കും കേട്ടോ ക്ലാസ്. ഓക്കെ, റെക്കോർഡിംഗ് എടുത്താൽ മതിയേ. മിക്കവാറും മൺഡേ ആൻഡ് ട്യൂസ്ഡേയുടെ കൂടി നമ്മുടെ സെഷൻ കംപ്ലീറ്റ് ആവും കേട്ടോ. അടിക്കല്ലേ